ഇനി ആബ്സല്യൂട്ട് വാല്യൂവിന്റെ അഡീഷണൽ പ്രോപ്പർട്ടീസുകളിലേക്ക് പോകാം. ആദ്യം പറയുന്ന പ്രോപ്പർട്ടി ഇതാണ്. മോഡുലസ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി ഇസ് ഈക്വൽ ടു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി. അതായത് രണ്ട് റിയൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന്റെ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ആ രണ്ട് റിയൽ നമ്പേഴ്സിന്റെ ആബ്സല്യൂട്ട് വാല്യൂകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എയുടെ സ്ക്വയർ എയുടെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടി തന്നെയാണ്, പക്ഷെ നമ്മൾ ഇവിടെ അതിന്റെ പ്രൂഫ് കൂടെ കാണുന്നു. ഇനി അടുത്തത്, ഇഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 then മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതായത് ഒരു റിയൽ നമ്പർ എയുടെ ആബ്സല്യൂട്ട് വാല്യൂ, അതായത് മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ നോൺ നെഗറ്റീവ് നമ്പർ, അതായത് നെഗറ്റീവ് അല്ലാത്ത നമ്പറിനേക്കാളും ചെറുതാണ് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ, അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്ക് എന്ത് പറയാം? മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതായത് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂവിനെ വേറൊരു തരത്തിൽ എഴുതിയിരിക്കുന്നതാണിത്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. കാരണം നമുക്ക് ചില കേസിൽ അബ്സല്യൂട്ട് വാല്യൂ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ആൻഡ് നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് minus of absolute value of a is less than or equal to a, that is less than or equal to absolute value of a. അതായത് എയുടെ ബൗണ്ട്സ് എന്ന് പറയുന്നത് മൈനസ് മോഡുലസ് എക്കും പ്ലസ് മോഡുലസ് ഓഫ് എക്കും ഇടയിൽ വരും. അതായത് ഒന്നുകിൽ അത് മൈനസ് മോഡുലസ് ഓഫ് എ ആയിരിക്കും, അല്ലെങ്കിൽ അത് പ്ലസ് മോഡുലസ് ഓഫ് എ ആയിരിക്കും. ഉദാഹരണത്തിന് -5 കൺസിഡർ ചെയ്യുന്നു. -5ന്റെ മോഡുലസ് എന്ന് പറയുന്നത് നമുക്കറിയാം 5 ആണ്. അതുകൊണ്ട് ഈ -5 എന്ന് പറയുന്നത് മൈനസ് ഓഫ് മോഡുലസ് -5നും അതുപോലെ തന്നെ പ്ലസ് മോഡുലസ് ഓഫ് -5നും ഇടയിലായിരിക്കും. അതായത് മൈനസ് ഓഫ് മോഡുലസ് -5 എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് മോഡുലസ് -5 എന്ന് പറഞ്ഞാൽ 5 ആണ്. -5നും 5ക്കും ഇടയിലാണ്. നമുക്കിവിടെ -5 എന്നുള്ള എക്സാക്ട് നമ്പർ നമുക്ക് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് പറയാം ഈ -5 എന്ന് പറയുന്നത് -5 ആയിരിക്കും. അതായത് ഇതിന്റെ എക്സ്ട്രീംസ് ആണ് മൈനസ് മോഡയും മോഡയും. അതായത് ഒന്നുകിൽ എ എന്ന് പറയുന്നത് മൈനസ് മോഡ ആയിരിക്കും, അല്ലെങ്കിൽ മോഡ് എ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനിയും ഇതിന്റെ പ്രൂഫിലേക്ക് കടക്കാം. എ മോഡുലസ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ്. നമ്മളിത് പല കേസുകളായിട്ട് എടുത്താണ് പ്രൂവ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഇവിടെ എയോ ബിയോ 0 ആയിട്ട് എടുക്കുന്നു. എ ഇസ് ഈക്വൽ ടു 0 ഓർ ബി ഇസ് ഈക്വൽ ടു 0 ഈ കേസ് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം മോഡുലസ് ഓഫ് എ ബി മോഡുലസ് ഓഫ് 0 ആയിരിക്കും. കാരണം എയോ ബിയോ 0 ഏതെങ്കിലും ഒന്ന് 0 ആണ്. ഇപ്പോൾ എ ആണ് 0 എങ്കിൽ നമുക്ക് എ ബി എന്ന് പറയുന്നത് 0 ഇൻറ്റു ബി എന്ന് വരും. സോ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ആ കേസിൽ മോഡുലസ് ഓഫ് എ ബി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 0 നമുക്കറിയാം മോഡുലസ് ഓഫ് 0 ഈസ് 0. ഇതുപോലെ തന്നെ നമ്മൾ എ ഇസ് ഈക്വൽ ടു 0 ആണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ മോഡുലസ് ഓഫ് എ എന്ന് പറയുന്ന മോഡുലസ് ഓഫ് 0 ആയിട്ട് മാറും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എങ്ങനെ എഴുതാം? 0 ഇൻറ്റു മോഡുലസ് ഓഫ് ബി ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് മോഡുലസ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്ന് വരും. ഇത് ഏത് കേസാണ്? എ ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ബി ഇസ് ഈക്വൽ ടു 0. ഇനിയും അടുത്ത കേസ് എന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. രണ്ടും ഒരുപോലെ എയും ബിയും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഫസ്റ്റ് കേസിൽ എ 0 അല്ലെങ്കിൽ ബി 0 ഏതെങ്കിലും ഒന്നേ ഹാപ്പൻ ചെയ്തുണ്ടായിരുന്നു, ഓർ ആയിരുന്നു അവിടെ. ഇവിടെ എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാം എ ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം ഓർഡർ പ്രോപ്പർട്ടീസ് വെച്ച് എ ഗ്രേറ്റർ ദാൻ 0യും ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുകൊണ്ട് പോസിറ്റീവ് നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂയുടെ ഡെഫിനേഷൻ വെച്ച് മോഡുലസ് ഓഫ് എ ബി എന്ന് പറയുന്നത് എ ബി ആയിരിക്കും. കൂടാതെ എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് എ ആണ്. അതുപോലെ തന്നെ ബി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് ബിയും എന്താണ്? ബി ആണ്. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ എ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു അവിടെ വന്നിരിക്കുന്ന എക്ക് പകരം നമുക്ക് മോഡുലസ് എ എന്ന് കൊടുക്കാം. സോ മോഡുലസ് ഓഫ് എ ഇൻറ്റു ബി ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ മോഡുലസ് ഓഫ് ബി. സോ മോഡുലസ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ഇനിയും അടുത്ത കേസ് എന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ലെസ് ദാൻ 0. അതായത് ഒരെണ്ണം പോസിറ്റീവ് മറ്റൊന്ന് നെഗറ്റീവ്. ഈ കേസിൽ നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. അതുകൊണ്ട് ബൈ ഡെഫിനിഷൻ നമുക്ക് മോഡുലസ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി എന്ന് എഴുതാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് ഇതിനെ നമുക്ക് എ ഇൻറ്റു മൈനസ് ബി ഇങ്ങനെ എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്ന് എഴുതാം. കാരണം എ പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു എ ആണ്. അതുപോലെ തന്നെ ബി നെഗറ്റീവ് ആയതുകൊണ്ട്
മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് മൈനസ് ബി ആണ്. സോ ഈ റീസൺ വെച്ചാണ് നമ്മൾ എക്ക് മോഡുലസ് എ എന്നും മൈനസ് ബിക്ക് മോഡുലസ് ബി എന്നും കൊടുത്തിരിക്കുന്നത്. സോ വി ഗെറ്റ് മോഡുലസ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ഇനി ബാക്കി വരുന്ന എയുടെയും ബിയുടെയും കേസസുകളെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ബി പാർട്ട്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. അതായത് മോഡുലസ് ഓഫ് എയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എയുടെ സ്ക്വയർ തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഏതൊരു റിയൽ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ അബ്സല്യൂട്ട് വാല്യൂവിന്റെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് മോഡുലസ് ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതാം. Therefore, a square is equal to modulus of a square is equal to modulus of a square ne നമുക്ക് a into a എന്ന് എഴുതാം. And this is equal to absolute value ന്റെ property വെച്ച് modulus of a into modulus of a എന്ന് എഴുതാം. And this is equal to ഇവിടെ ഒരേ റിയൽ നമ്പറിന്റെ അതിനോട് തന്നെയുള്ള പ്രോഡക്റ്റ് ആണ് കാണുന്നത്. സോ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന സ്ക്വയർ വെച്ചാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ സ്ക്വയർ. സോ വി ഗെറ്റ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ. ഇനി നെക്സ്റ്റ് സി പാർട്ട് പ്രൂവ് ചെയ്യാം. അതിനായിട്ട് തന്നിരിക്കുന്നത് സി നോൺ നെഗറ്റീവ് ആണ് തന്നിട്ടുണ്ട്. കൂടാതെ മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് കേസ് വരും. ഒന്നുകിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി അല്ലെങ്കിൽ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇത് അബ്സല്യൂട്ട് വാല്യൂവിന്റെ ഡെഫിനേഷൻ വെച്ചാണ്. കാരണം നമ്മൾ മോഡുലസ് ഓഫ് എയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് a for a greater than or equal to 0 and minus a for a less than or equal to 0. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആ സീറോയുടെ കേസിനെ ഈ രണ്ടിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് ആദ്യത്തെ കേസിൽ എ 0 വരികയാണെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് എ 0 എന്ന് തന്നെ വരും. രണ്ടാമത്തെ കേസിലും എ 0 വരുവാണെങ്കിൽ -0 എന്ന് വരും. സോ അത് 0 തന്നെയാണ്. അതുകൊണ്ട് എ 0 ആവുന്ന കേസിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് മുകളിലും താഴെയായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുന്ന കേസിൽ മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇംപ്ലൈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതുപോലെ തന്നെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന കേസിൽ മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇംപ്ലൈസ് അവിടെ മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മൈനസ് എ ആയിട്ട് വരും. സോ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇങ്ങനെയാണ് മോഡുലസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇംപ്ലൈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആൻഡ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി വരുന്നത്. So we have modulus of a is equal to a for a greater than or equal to 0 and minus a for a less than or equal to 0. Therefore, if a greater than or equal to 0, modulus of a is equal to a, and therefore modulus of a less than or equal to c implies a less than or equal to c. And if a less than or equal to 0, modulus of a is defined as minus a, and therefore modulus of a less than or equal to c implies modulus of a ക്ക് പകരം മൈനസ് എ എഴുതാം. സോ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. Therefore we have modulus of a less than or equal to c implies a less than or equal to c and minus a less than or equal to c for all a belongs to R. And this implies a less than or equal to c and minus a less than or equal to c എന്ന് പറഞ്ഞ ഈ ഇൻഇക്വാലിറ്റി -1 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ വരും? a greater than or equal to minus c എന്ന് വരും. അത് നമ്മൾ നേരത്തെ റിയൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. ദിസ് ഇംപ്ലൈസ് ആദ്യത്തെ ഇൻഇക്വാലിറ്റിയിൽ നിന്ന് നമുക്ക് എഴുതാം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. രണ്ടാമത്തെ ഇൻഇക്വാലിറ്റിയിൽ നമുക്ക് കിട്ടും മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. അത് ഇതിനോട് ചേർക്കുന്നു. സോ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇനി കോൺവേഴ്സ്ലി മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് എടുക്കുന്നു. ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നും അതുപോലെ തന്നെ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നും. ഓർ ദിസ് ഇംപ്ലൈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആൻഡ് ഈ രണ്ടാമത്തെ ഇൻഇക്വാലിറ്റിയെ -1 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എ. അല്ലെങ്കിൽ ഇത് തിരിച്ചെഴുതുമ്പോൾ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് എഴുതാം. ആൻഡ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് അബ്സല്യൂട്ട് വാല്യൂ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മൈനസ് മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഫോർ ഓൾ റിയൽ നമ്പർ എ. ഇവിടെ നമ്മൾ സി പാർട്ടിൽ കണ്ടിരുന്നു സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഹാപ്പൻസ് ഇഫ് ആൻഡ് ഓൺലി മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. സോ ഈ കേസിൽ നമുക്ക് സിക്ക് പകരം മോഡുലസ് ഓഫ് എ എന്ന് കൊടുക്കാം.
നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഡിഫൈൻ ചെയ്തെടുത്ത് പറഞ്ഞിരുന്നു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ സി ഈസ് ഓൾവേസ് പോസിറ്റീവ് ഹിയർ. സോ നമുക്ക് പാർട്ട് സി അപ്ലൈ ചെയ്യാം ഇവിടെ. പാർട്ട് സി അപ്ലൈ ചെയ്യുമ്പോൾ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് പറയാം മൈനസ് മോഡുലസ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ. അതായത് സി പാർട്ടിൽ നമ്മൾ സിക്ക് പകരം മോഡുലസ് ഓഫ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഹെൻസ് ദ റിസൾട്ട്.